പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസ് അടിത്തറ പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് അറിയാമല്ലോ. ഇംഗ്ലീഷിലുള്ള 2 ലക്ഷത്തിൽ പരം വാക്കുകളെയും പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പാർട്സ് ഓഫ് സ്പീച്ച് 8 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവയുടെ പേരുകൾ: നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ എന്നിങ്ങനെയാണ്. ഇതിൽ പ്രിപ്പോസിഷനെ പറ്റിയാണ് ഈ വീഡിയോയിൽ വിശദമായി നോക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് പ്രിപ്പോസിഷൻ? ഇവയുടെ പ്രവർത്തനം എന്താണ്? ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. വളരെ ചെറിയ വാക്കുകളാണ് പ്രിപ്പോസിഷൻ. വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുകയാണ് ഇവ ചെയ്യുന്നത്. സ്മോൾ വേർഡ്സ് ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ്. പ്രിപ്പോസിഷനെ 3ആയി തിരിച്ചിരിക്കുന്നു. 1. പ്രിപ്പോസിഷൻ ഓഫ് ടൈം, സമയത്തെ സൂചിപ്പിക്കുന്നവ. 2. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്, സ്ഥലത്തെ സൂചിപ്പിക്കുന്നവ. 3. പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ, ഗതിയെ സൂചിപ്പിക്കുന്നവ. ഇതിൽ പ്രിപ്പോസിഷൻ ഓഫ് ടൈം, സമയത്തെ സൂചിപ്പിക്കുന്നവയെക്കുറിച്ച് ആദ്യം വിശദമായി നോക്കാം. അറ്റ്, ഓൺ, ഇൻ, ബൈ, ഫോർ, സിൻസ്, അൻറ്റിൽ, ഡ്യൂറിങ്, ഫ്രം, വിതിൻ, എബൌട്ട് ഇതൊക്കെയാണ് സമയത്തെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻസ്. ഇവയിൽ ഓരോന്നിൻ്റെയും ഉപയോഗം നോക്കാം. 1. അറ്റ്, നിർദ്ദിഷ്ട സമയത്തിനായി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ സ്പെസിഫിക് പോയിൻറ്റ്സ് ഇൻ ടൈം. ക്ലോക്ക് ടൈം, എക്സാമ്പിൾ അറ്റ് 5 PM, അറ്റ് noon. സ്പെസിഫിക് മൊമെൻറ്റ്സ്, എക്സാമ്പിൾ അറ്റ് സൺറൈസ്, അറ്റ് ദ മൊമെൻറ്റ്, അറ്റ് മിഡ്നൈറ്റ്. സെൻറ്റൻസിലെ എക്സാമ്പിൾ: വി വിൽ മീറ്റ് അറ്റ് 8 PM ഫോർ ഡിന്നർ. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് noon. 2. ഓൺ, നിർദ്ദിഷ്ട ദിവസങ്ങൾ, തീയതികൾ, ദിവസങ്ങളുടെ പ്രത്യേക ഭാഗങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ സ്പെസിഫിക് ഡേയ്സ്, ഡേറ്റ്സ് ആൻഡ് പർട്ടിക്കുലർ പാർട്ട് ഓഫ് ഡേയ്സ്. ഓൺ മൺഡേ, ഓൺ ക്രിസ്മസ് ഡേ. ഡേറ്റ് ഓൺ 18th January. സ്പെസിഫിക് ഡേ പ്ലസ് പാർട്ട് ഓഫ് ദ ഡേ ഓൺ Monday morning. Example: she was born on 14th July. We will have a meeting on Monday morning. 3. ഇൻ, കൂടുതൽ കാലത്തെ, സമയത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. എക്സാമ്പിൾ: ഇൻ മാർച്ച്, ഇൻ ഡിസംബർ, ഇൻ 1999, ഇൻ ദ 18th century. സെൻറ്റൻസിൽ എക്സാമ്പിൾ: I started school in 2010. He loves jogging in the evening. 4. ബൈ, സമയപരിധിയെ അല്ലെങ്കിൽ ടൈം ലിമിറ്റിനെ സൂചിപ്പിക്കുന്നു. ബൈ 8 o'clock, ബൈ നെക്സ്റ്റ് വീക്ക്. എക്സാമ്പിൾ ഇൻ സെൻറ്റൻസ്: യു മസ്റ്റ് ഫിനിഷ് ദ റിപ്പോർട്ട് ബൈ ടുമോറോ. ദ മൂവി വിൽ എൻഡ് ബൈ 10 PM. 5. ഫോർ, സമയദൈർഘ്യത്തെ, ഡ്യൂറേഷൻ ഓഫ് ടൈം അതിനെ സൂചിപ്പിക്കുന്നു. ഫോർ 2 hours, ഫോർ എ വീക്ക്. എക്സാമ്പിൾ ഇൻ സെൻറ്റൻസ്: ഐ വെയിറ്റഡ് ഫോർ 30 minutes. ദി സ്റ്റേയ്ഡ് ഇൻ പാരീസ് ഫോർ എ മന്ത്. 6. സിൻസ്, വർത്തമാനകാലത്തേക്ക് തുടരുന്ന പ്രവർത്തനത്തിൻ്റെ ആരംഭ പോയിന്റിനെ സൂചിപ്പിക്കുന്നു. ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ ആക്ഷൻ continuing to the present. Since 1995, since last week. Example in sentence: she has been working here since 2018. It has been raining since morning. 7. until, untilum tilum ഒരേ അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. ഒരു നിശ്ചിത സമയം വരെ എന്ന് സൂചിപ്പിക്കുന്നു. Indicates up to a certain point in time. Until Friday, till noon. Example: the store is open until 9 PM.
I will wait here till he arrives. 8. During. എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പ്രത്യേക കാലയളവിനെ സൂചിപ്പിക്കുന്നു. Refers to a specific period of time in which something happens. During the meeting, during the holidays. Example in sentence, I fell asleep during the movie. We traveled during the summer vacation. 9. From to. സമയ കാലയളവിൻ്റെ ആരംഭ അവസാന പോയിന്റിനെ സൂചിപ്പിക്കുന്നു. Shows the starting and ending point of a time period. From 9 a.m. to 5 p.m. from Monday to Friday. Example in sentence, I work from 8 a.m. to 4 p.m. The exhibition runs from June to August. 10. Within. ഒരു സമയപരിധിക്കുള്ളിൽ. Indicates a time frame before a deadline. Within 2 hours, within a week. Example in sentence, I will call you back within 10 minutes. The package will be delivered within 3 days. 11. About. ഒരു ഏകദേശ സമയത്തെ സൂചിപ്പിക്കുന്നു. Refers to an approximate time. About 4 p.m. About 2 weeks. Example, he arrived about 5 minutes ago. The flight takes about 2 hours. പ്രധാനമായ പ്രൊപ്പോസിഷൻ ഓഫ് ടൈമും അതിൻ്റെ സെൻറ്റൻസിലെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം, ഈ പ്രൊപ്പോസിഷനുകൾ സമയബന്ധമില്ലാത്ത സന്ദർഭങ്ങളിൽ മറ്റ് കോണ്ടക്സ്റ്റുകളിൽ വേറെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. ചില ഉദാഹരണങ്ങളിൽ കൂടി അത് നമുക്ക് മനസ്സിലാക്കാം. അറ്റ് സ്പെസിഫിക് ടൈമിനെ കാണിക്കുന്നു. ദ മീറ്റിംഗ് ഈസ് അറ്റ് 5 p.m. പക്ഷേ വേറൊരു സെൻറ്റൻസ് നോക്കാം. അറ്റ് 18 he started his first job. ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ കാണിക്കുന്നു. അങ്ങനെയും ഉപയോഗിക്കാം. വി ഗാദർ അറ്റ് ഓണം എവരി ഇയർ. ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാം നമുക്ക് അറ്റ് ചേർത്ത് ഉപയോഗിക്കാം. ഓൺ ഹെർ ബർത്ത്ഡേ ഷീ റിസീവ്ഡ് മെനി ഗിഫ്റ്റ്സ്. ഷീ ലെഫ്റ്റ് ഓൺ ടൈം ഫോർ ദ ട്രെയിൻ. ഇങ്ങനെ സമയവുമായി ബന്ധമില്ലാത്ത അവസരങ്ങളിലും ഇപ്പോൾ ഈ പ്രൊപ്പോസിഷൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണങ്ങളായി കാണിച്ചിരിക്കുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പല വിധത്തിൽ ഉപയോഗപ്രദമായ വീഡിയോ ആണിത്. വീഡിയോ ഷെയറും ലൈക്കും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.